Hello everyone. In this section, we will study empirical estimation methods or the models like COCOMO model, single variable model. Then we will find out what is staffing and personnel planning in this section. So first we will study empirical estimation model in detail. Whenever we are going with software planning, it actually begins before the technical words start. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പം അതിൽ സോഫ്റ്റ്വെയർ പ്ലാനിങ് ആണല്ലോ ഒരു സെക്കൻഡ് തേർഡ് ഫേസിലൊക്കെ വരുന്നത്. സോ സോഫ്റ്റ്വെയർ പ്ലാനിങ് ചെയ്യുന്നതിന് മുമ്പ് അതുകൊണ്ട് തന്നെ അതായത് ടെക്നിക്കൽ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ പ്ലാനിങ് ചെയ്ത് വരുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ ഫ്രം കൺസെപ്റ്റ് ടു റിയാലിറ്റി ഇറ്റ് ഈസ് ആക്ച്വലി ബീങ് ഡെവലപ്ഡ് ആൻഡ് അതിനുശേഷം ദ സോഫ്റ്റ്വെയർ ഇസ് റിട്ടയർഡ്. സോ ഒരു എംപിറിക്കൽ എസ്റ്റിമേഷൻ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിങ് സമയത്ത് ഇൻവോൾവ് ചെയ്ത് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള മോഡൽസിന് നമ്മൾ ആസ് എ റെഫറൻസ് പോലെ നമ്മൾ യൂസ് ചെയ്യുകയാണ്. So it offers a potentially valuable estimation approach if the historical data used to seed the estimate is good. So empirical estimation modelsൽ ഓൾറെഡി ഉണ്ടായിരുന്ന പ്രോജക്ട്സിൻ്റെ ഒക്കെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് പോലെ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. We can see the first point, the structure of empirical estimation models is a formula. അതായത് എംപിറിക്കൽ എസ്റ്റിമേഷൻ മോഡൽസ് ഒരു ഫോർമുല പോലെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ദാറ്റ് ഈസ് ദ ഡാറ്റ കളക്റ്റഡ് ഫ്രം ദി പാസ്റ്റ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ദാറ്റ് യൂസസ് സോഫ്റ്റ്വെയർ സൈസ് ടു എസ്റ്റിമേറ്റ് എഫേർട്ട്. സോ എപ്പോഴും ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം അതിൻ്റെ എഫേർട്ട് എത്രയാണ് എന്നാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാറ്. അതായത് ആൾക്കാർ എത്രത്തോളം വേണം, അതിൽ എത്രമാത്രം എഫേർട്ട്സ് ഇടണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വി മീൻ ബൈ എഫേർട്ട്. ദ ഡാറ്റ ഇസ് കളക്റ്റഡ് ഫ്രം ദ പ്രീവിയസ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ സൈസ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ദാറ്റ് ഈസ് ലൈൻസ് ഓഫ് കോഡ് ഓർ ഫങ്ഷൻ പോയിൻറ്റ്സ്. ലൈൻസ് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ എത്ര കോഡ് ഉണ്ട്, എത്ര ലൈൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ എഫേർട്ട് എത്രയാണ് എന്ന്. സെക്കൻഡ് പോയിന്റ്, no estimation model is appropriate for all development environments, development process or application type. സോ അങ്ങനെ ശരിക്കും കറക്റ്റായിട്ടൊരു എസ്റ്റിമേഷൻ മോഡൽ ഇല്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ്സിനെയും ഫോക്കസ് ചെയ്ത് എല്ലാ പ്രോസസ്സിനെയും എല്ലാ ആപ്ലിക്കേഷൻ ടൈപ്പ് മൊത്തം എല്ലാ രീതിയിലും കവർ ചെയ്യുന്ന ഒരു എസ്റ്റിമേഷൻ മോഡൽ നമുക്ക് ഇതുവരെ ഇല്ല. ബട്ട് ഓരോ കാര്യത്തിനും ഇൻഡിവിജ്വലായി കവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോഡൽസ് കസ്റ്റമർ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പം ഒരു കസ്റ്റമർ ഒരു സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ വി ആർ കസ്റ്റമൈസിങ് ദാറ്റ് മോഡൽ ആൻഡ് ഓൾസോ നമ്മൾ കൊടുക്കുന്ന ആ ഡാറ്റ വെച്ച് ആ മോഡൽ വർക്ക് ചെയ്യണം. അപ്പം നമ്മളാണ് ആ മോഡലിന് പ്രിഫറബിൾ ആയിട്ടുള്ള എൻവയറമെൻറ്റ് കൊടുക്കുന്നത്. ഫോർ ദാറ്റ് യു ഹാവ് എ ടിപ്പിക്കൽ ഫോർമുല ഫോർ ദ എസ്റ്റിമേഷൻ ദാറ്റ് ഇസ് ഇ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എസ് ഇൻറ്റു സി. ഇതിൽ ഇ എന്ന് പറയുന്നത് എഫേർട്ടാണ്. ഇറ്റ് ബേസിക്കലി റെപ്രസെൻറ്റ് ദ എഫേർട്ട്. എഫേർട്ടിൻ്റെ സാധാരണയുള്ള മീനിങ് എന്താണ്, അത് തന്നെയാണ് എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ആണ്, എത്രത്തോളം എഫേർട്ടാണ് നമ്മൾ അതിൽ ഇടുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യാണ് ഈ റെപ്രസെൻറ്റ്സ് എഫേർട്ട് ദാറ്റ് ഈസ് ഇൻ പേഴ്സൺ മന്ത്സ്. ദെൻ എസ് ഇസ് ദ സൈസ് ഓഫ് ദി സോഫ്റ്റ്വെയർ വി ആർ ഡെവലപ്പിംഗ് in lines of code or in function point, and then A and B, C are the values that is being derived from the data. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ മോഡലിലാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മോഡലാണെങ്കിൽ ഇപ്പോൾ മോഡൽ യൂസ് ചെയ്യുന്ന ഡാറ്റാസിനെയും പറയാം. നെക്സ്റ്റ് വി ക്യാൻ സി എ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് LOC ആൻഡ് FP എസ്റ്റിമേഷൻ. ഇതിൻ്റെ എസ്റ്റിമേഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടില്ല, ജസ്റ്റ് LOC എന്താ FP എന്താന്ന് അറിഞ്ഞിരുന്നാൽ മതി. LOC is basically lines of code. So it represents how many lines we are using. അതായത് അത് ബേസിക് ഡാറ്റ ആണ്. അത് എത്രത്തോളം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും അതൊക്കെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദിസ് LOC. So they can be calculated or the project estimation can be done using two ways using this LOC and FP. First one is the estimation variable which is basically mentioned using size. So
സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എലിമെൻറ്റ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഓരോ സോഫ്റ്റ്വെയർ എലിമെൻറ്റ്സിനും അതിൻ്റെതായ സൈസ് ഉണ്ട്. അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. 2 വേസിൽ പറയുന്നതാണ്. ആൻഡ് ദെൻ യു ഹാവ് ദ ബേസ് ലൈൻ മെട്രിക്സ്. ബേസ് ലൈൻ മെട്രിക്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഉണ്ടായ പ്രോജക്റ്റിൽ നിന്നും അതുപോലെ തന്നെ എസ്റ്റിമേഷൻ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഇനി പുതിയതായി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ കോസ്റ്റും എഫേർട്ട് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദീസ് ടു ആർ ദ മെത്തേഡ്സ് യൂസിങ് LOC and FP. Then you have the statement LOC and FP techniques differ in the level of detail required for decomposition. നമ്മൾ ആദ്യമേ ഡീകമ്പോസിഷൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കൊരു വലിയ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടീമിനും ഓരോ മോഡ്യൂൾസ് പോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. സോ അത് ഡിവൈഡ് ചെയ്യുന്ന ഓൺ വാട്ട് ബേസിസ്? ഈ LOC and FP ടെക്നിക്കിൻ്റെ ബേസിസിലാണ്. ഇപ്പം നമ്മൾ LOC എന്ന് പറയുമ്പോൾ കുറേ ലൈൻസ് ഓഫ് കോഡ് ഉണ്ടാകുമ്പം ഇറ്റ് മസ്റ്റ് ബി ടേക്കൺ ടു എക്സ്ട്രീംസ്. അതായത് LOC എന്ന് പറയുമ്പോൾ നമുക്ക് ലൈൻ ഓഫ് കോഡ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങ് കൊടുക്കാം. ബട്ട് FP എന്ന് പറയുമ്പം ഡീകമ്പോസിഷൻ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. വിത്ത് FP ലെസ് ഡീറ്റെയിൽ ഇസ് റിക്വയർഡ് ബിക്കോസ് ദ ഡാറ്റ റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ഫംഗ്ഷൻ പോയിന്റ്സ് ആർ മോർ മാക്രോസ്കോപ്പിക്. നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആണ്. അതുകൊണ്ട് തന്നെ LOC ഉണ്ടെങ്കിൽ നമുക്കത് നൈസായിട്ട് ഡിവൈഡ് ചെയ്യാം. കാരണം എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്, എത്ര ലൈൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഈക്വലായിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് ഡികമ്പോസ് ചെയ്യാം. ബട്ട് ഫംഗ്ഷൻ പോയിന്റ് വെച്ചിട്ടാവുമ്പം മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡാറ്റയാണ് അത്. അതുകൊണ്ട് തന്നെ നമുക്ക് LOC ഡയറക്റ്റ്ലി എസ്റ്റിമേറ്റ് ചെയ്യാം. വേറാസ് FP നമുക്ക് ഫംഗ്ഷൻ പോയിന്റ് നമുക്ക് ഇൻഡയറക്റ്റ്ലി ആണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ 2 കാര്യങ്ങളും LOC ഓർ FP എന്നാണ് പറയുക. രണ്ടും അതിൻ്റെതായ ആപ്ലിക്കേഷൻ വെച്ചിട്ട് രണ്ടും ഡിഫറെൻ്റ് ആണ്. ബട്ട് ഒരു പ്രോജക്റ്റിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ വി മെൻഷൻ LOC ഓർ FP. നെക്സ്റ്റ് യു ഹാവ് കോസ്റ്റ് എസ്റ്റിമേഷൻ മോഡൽസ്. കോസ്റ്റ് എസ്റ്റിമേഷൻ മോഡൽസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ടാവും. അതെല്ലാം ആസ് എ റെഫറൻസ് പോലെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന മോഡലിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്. സോ എ മോഡൽ ക്യാൻ ബി ഇൻ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പം ഒരു സിംഗിൾ വേരിയബിളാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ആ സിംഗിൾ വേരിയബിളാണ് നമ്മൾ കീ എലിമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ അത് വെച്ച് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ വെച്ച് നമ്മൾ കോസ്റ്റും ടൈമും എഫേർട്സും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് സ്റ്റാറ്റിക് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് മോഡൽ എന്ന് പറയുന്നത് എല്ലാ വേരിയബിളും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള വേരിയബിൾ നമുക്കില്ല. എല്ലാ വേരിയബിളും വെച്ചിട്ട് നമുക്ക് കോസ്റ്റും ടൈമും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദീസ് ആർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മോഡൽ. ഇനി വാട്ട് ഈസ് കോസ്റ്റ്? നമ്മൾ ഫുൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ് ടു ഡിറ്റർമൈൻ ഹൗ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ 2 പോയിന്റ് കൊണ്ടാണ് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. വൈ വി നീഡ് കോസ്റ്റ് എസ്റ്റിമേഷൻ? കാരണം നമുക്ക് എത്രത്തോളം എഫേർട്ട് ഇതിന് വേണം, എത്രത്തോളം ടൈം ഇതിന് വേണം, അത് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കോസ്റ്റും നമുക്ക് മനസ്സിലാക്കണം. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഇമ്പോർട്ടൻറ്റ് ഫോർ മേക്കിംഗ് ഗുഡ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. മാനേജ്മെൻറ്റ് രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ ഇത് ബെറ്ററാണ്. ദെൻ ഓൾസോ കോമ്പറ്റീറ്റീവ് കോൺട്രാക്ട് ബിഡ്സ്. അതായത് നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാണ്, അതിന് വേണ്ടിയിട്ടെല്ലാം നമുക്കിത് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ബേസിക്കലി ഡിഫൈൻ ദ കോസ്റ്റ് എസ്റ്റിമേഷൻ. സോ നമ്മളൊരു കോൺട്രാക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ കോമ്പറ്റീറ്റീവ് കോൺട്രാക്ട്. അതായത് അത്രയും നമുക്കിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ പല കമ്പനികളായിട്ടും കോൺട്രാക്ട് ചെയ്യാനുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ എത്രയും എഫേർട്ട് അതിൽ കാണിക്കുന്നു, എത്രയും കോസ്റ്റ് ലെസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ വി ക്യാൻ ഫെസിലിറ്റേറ്റ് ദ കോമ്പറ്റീറ്റീവ് കോൺട്രാക്ട് ബിഡ്സ്. ദെൻ ഓൾസോ ഇറ്റ് എഫക്ട് ദ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് ഓഫ് എ പ്രോജക്റ്റ്. എത്രത്തോളം പ്ലാൻ നമ്മൾ ചെയ്യണം, അതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ കോസ്റ്റ് എസ്റ്റിമേഷനിൽ പറയുന്നത്. നെക്സ്റ്റ്, ടു ഡിറ്റർമൈൻ ദ കോസ്റ്റ്. നമുക്ക് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ സൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ സൈസ് എസ്റ്റിമേറ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം എഫേർട്ട് കിട്ടുമെന്ന് അറിയണം. അതുപോലെ തന്നെ എഫേർട്ടിൽ നിന്ന് നമുക്ക് പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്താണ്, പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. സോ ആദ്യം തന്നെ ഒരു കോസ്റ്റ് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അതിന് മുന്നോടിയായിട്ട് പ്രോഡക്റ്റ് എത്ര വലുതാണ്, എത്ര സൈസാണെന്ന് അറിയണം. അതുപോലെ ആ അത്രയും വലിയ ലാർജ് സൈസായിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യാൻ എത്രത്തോളം എഫേർട്ട് വേണമെന്ന് അറിയണം. ഇനി എഫേർട്ട് അറിഞ്ഞതിന് ശേഷം അത്രയും വലിയൊരു എഫേർട്ടുള്ളൊരു പ്രോജക്റ്റ് ചെയ്യാൻ എത്ര ടൈം വേണമെന്ന് അറിയണം. ഇത് ഇത്ര അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോസ്റ്റ് എത്ര വരുമെന്നും കണ്ടുപിടിക്കുക.
So there is mainly three approaches for this cost estimation. One is empirical, one is heuristic, and the third one is analytical. Empirical എന്ന് പറയുന്നത് നമ്മളൊരു റാൻഡം ആയിട്ടൊരു എഡ്യൂക്കേറ്റഡ് ഗെസ്റ്റ് ചെയ്യുന്നു. നമുക്കൊരു പാസ്റ്റ് 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേറ്റഡ് ഗെസ് ചെയ്യാണ് ദിസ് പ്രോജക്റ്റ് വിൽ ബി ഹാവിങ് ഇത്രയും കോസ്റ്റ് കൂടിയാണ് നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റുന്നത്. ദെൻ ദ സെക്കൻഡ് പോയിന്റ് യു ഹാവ് ഇസ് എ ഹ്യൂറിസ്റ്റിക് ടെക്നിക്. ഇൻ ഹ്യൂറിസ്റ്റിക്സ് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻലി അസ്യൂം ചെയ്യുന്നത്. സോ വി ആർ എക്സ്പ്രസിങ് ദം ഇൻ സം ടേംസ് ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എഴുതി കുറച്ച് വേരിയബിൾസ് നോക്കി അതെല്ലാം കൂടി കണക്ക് കൂട്ടി എല്ലാം കൂടി നമ്മളൊരു ബ്രീഫായിട്ടൊരു എമൗണ്ട് പറയാണ്. ദാറ്റ് ഈസ് വി ആർ ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക് ടു ബി എസ്റ്റിമേറ്റഡ്. ആൻഡ് ദ തേർഡ് വൺ യു ഹാവ് ഇസ് ദ അനലിറ്റിക്കൽ ടെക്നിക്സ്. അനലിറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റിസൾട്ട് വേണ്ടത് ആ റിസൾട്ട് അനുസരിച്ച് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത്ര കോസ്റ്റ് നമ്മൾ ആദ്യമേ മുടക്കണം, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുകയാണ്. സോ ദേ ആർ providing simple assumptions. So after that certain simple assumptions, you are deriving the required results, then you are finding the cost. So these are the three techniques that is mainly the approach meant to cost estimation. You can see a figure out here, that is the model is divided into two, a static single variable model and then there is also a static multi-variable model. Single variable model നമ്മൾ ഒരൊറ്റ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യാണ്, that is static basically. മൾട്ടി വേരിയബിൾ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ വേരിയബിളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സിംഗിൾ വേരിയബിൾ മോഡൽ മാത്രമേ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളൂ, ഡൈനാമിക് ആൻഡ് മൾട്ടി വേരിയബിൾ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇൻ സിംഗിൾ വേരിയബിൾ മോഡൽ, വെൻ എ മോഡൽ മേക്ക് യൂസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ, ഇറ്റ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് ദ ഡിസൈർഡ് വാല്യൂ സച്ച് എസ് ടൈം, കോസ്റ്റ്, എഫേർട്ട് എക്സെട്ര, then it is said to be single variable model. നമ്മൾ ഒരു വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ വേരിയബിൾ എന്തും ആവാം, ആ വേരിയബിൾ ഒരു റെഫറൻസ് പോലെ വെച്ചിട്ട് അത് വെച്ചാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം that model is going to become a single variable model. Next you have the common equation for that model. You have C is equal to A into L raised to B. C എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്, L എന്ന് പറയുന്നത് സൈസ് ആണ്, and A and B are going to be the constant. So the software engineering laboratory that they established a model called SEL model. SEL എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലബോറട്ടറി മോഡൽ. സോ അവർ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് സമയത്ത് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ചെയ്തൊരു ഇക്വേഷനാണിത്. സോ ഈ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിക് സിംഗിൾ വേരിയബിൾ മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ദാറ്റ് C is equal to A into L raised to B. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. L എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ, ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ സൈസ് ആണ്. സോ ഇറ്റ് ഇസ് ബേസിക്കലി ഡിപ്പെൻഡ് അപ്പോൺ ദ സൈസ് ആൻഡ് സം ടു കോൺസ്റ്റൻസ്. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് ആ കോൺസ്റ്റൻറ്റ് എന്താണെന്ന്. ദെൻ യു ഹാവ് ദ നെക്സ്റ്റ് സ്ലൈഡ്. Here you can see some equations, that is E go for efforts. Effort is 1.4, L raised to 0.93. Then its unit is person per month. Then you have DOC, that is documentation. Number of pages എത്രയാണ് അതിന് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. Then D is the duration, that is it will be in months, and L is the number of lines per code. നേരത്തെ ഇക്വേഷനിൽ L എന്ന് പറയുന്നത് സൈസാണ്, ഈ ഇക്വേഷനിൽ L എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈൻസ് പെർ കോഡാണ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. നെക്സ്റ്റ് വിൽ ബി സ്റ്റഡിങ് കൊക്കോമോ മോഡൽ. കൊക്കോമോ മോഡൽ എന്ന് പറയുന്നത് ഒരു എംപിരിക്കൽ എസ്റ്റിമേഷൻ മോഡലാണ്. അതായത് പ്രീവിയസ്ലി ഉള്ള ഒരു നല്ലൊരു ഫേമസ് ആയിട്ടുള്ള റെഫറൻസ് മോഡലാണ് കൊക്കോമോ മോഡൽ. അതിന് ഫുൾ ഫോം ഉണ്ട്, ദാറ്റ് ഈസ് എ കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ. നമ്മൾ കൊക്കോമോ മോഡൽ എന്നാണ് വിളിക്കുക. സോ ദിസ് കൊക്കോമോ മോഡൽ ഇസ് ബേസിക്കലി ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഫ്റ്റ്വെയർ എസ്റ്റിമേഷൻ മോഡൽ ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരു റെഫറൻസ് ആയിട്ട് ഹിസ്റ്റോറിക്കലി തൊട്ടുള്ള എല്ലാ ഏരിയാസും റെഫർ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു എംപിരിക്കൽ എസ്റ്റിമേഷൻ മോഡലാണ് ദ കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ, ദാറ്റ് ഇസ് എ കൊക്കോമോ മോഡൽ. ഇത്രയും കാലം ടിൽ നൗ ദ വേൾഡിലെ ദ ബെസ്റ്റ് മോഡലാണ് കൊക്കോമോ മോഡൽ. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ എസ്റ്റിമേഷൻ മോഡൽ. ബാരി ബോം ഇൻ 1981 ആണ് ഈ ഒരു കൊക്കോമോ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ബേസിക്കലി പ്രെഡിക്ട്സ് ദ എഫേർട്ട് ആൻഡ് ഓൾസോ ദ ടൈം ഫോർ എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻപുട്സ് റിലേറ്റിംഗ് ടു ദ സൈസ് ഓഫ് ദ സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ കോസ്റ്റ് ഡ്രൈവേഴ്സ് ദാറ്റ് എഫക്ട് ദ പ്രൊഡക്ടിവിറ്റി. സോ കോസ്റ്റ് ഡ്രൈവേഴ്സ്
സൈസ്, എത്ര കോസ്റ്റാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതനുസരിച്ച് എഫേർട്ടും ഷെഡ്യൂളൊക്കെ എത്രയാണെന്നുള്ളൊരു മോഡൽ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും അത് കറക്റ്റ് ആവണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഏകദേശം നമുക്ക് ആ മോഡൽ റെഫറൻസ് പോലെ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്രോജക്റ്റിലൊക്കെ അത് ഇൻവോൾവ് ചെയ്യിക്കാം. So we will find COCOMO model in detail. There are 3 types of model inside that. That is a 3 different model that reflects its complexity. എത്രത്തോളം കോംപ്ലക്സ് ആണ് COCOMO model എന്ന് പറയുന്നതാണ്. There are 3 small models inside that. That is the basic model, intermediate model, and the detailed model. So we will study this model in detail now. First we have the basic model. Basic model എന്ന് വെച്ചാൽ സാധാരണയുള്ള ഒരു സ്മോൾ ടു മീഡിയം സൈസ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റിന് ഒരു റെഫറൻസ് ആയിട്ട് വെക്കാനാണ് വി യൂസ് ദ ബേസിക് മോഡൽ. അതായത് നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് ആൻഡ് റഫ് എസ്റ്റിമേറ്റ് ചെയ്യാൻ, നമുക്ക് ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട്, ചെറിയൊരു എത്രത്തോളം അതിൻ്റെ കോസ്റ്റോ എഫേർട്ടോ സൈസൊക്കെ വരും എന്ന് പറയാൻ ഒരു ക്വിക്ക് ആൻഡ് റഫ് എസ്റ്റിമേറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് ദ ബേസിക് മോഡൽ ദാറ്റ് ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ COCOMO മോഡൽ. സോ ബേസിക് മോഡലിൽ തന്നെ 3 ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ് ആൻഡ് എംബഡഡ്. യൂഷ്വലി ബേസിക് മോഡലിൽ വരുന്ന ഈ 3 മോഡ്സും ചോദിക്കാറുണ്ട്, ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ് ആൻഡ് എംബഡഡ്. സോ ഫസ്റ്റ് വി വിൽ ഫൈൻഡ് വാട്ട് ഇസ് ഓർഗാനിക് മോഡ്. ഓർഗാനിക് മോഡ് എന്ന് പറയുമ്പം ഒരു ചെറിയ ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഉണ്ട്, അവരൊരു ചെറിയ ടീമാണ്, അവരൊരു ചെറിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണ്, അവർക്ക് അറിയുന്ന രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഇന്നോവേഷൻ, ലിറ്റിൽ ഇന്നോവേഷൻ മതി, പുതിയ പുതിയ കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ചെയ്യാനില്ല, ബട്ട് സ്റ്റിൽ അവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അറിയുന്ന രീതിയിൽ അവർ ചെയ്യുന്നു. സോ അവിടെ വരുമ്പം, അങ്ങനത്തെ ഒരു സിനാരിയോയിൽ വരുമ്പം അവർ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 0 to 50 KLOC ആണ്, ദാറ്റ് ഇസ് കിലോ ലൈൻസ് ഓഫ് കോഡ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ അവർ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ സൈസ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് പ്രോഗ്രാമേഴ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കോഡിൻ്റെ സൈസ് റേഞ്ചാണ് 0 to 50 KLOC. അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ നമ്മൾ ഓർഗാനിക് മോഡിലാണെന്ന് പറയും. നെക്സ്റ്റ് വി ഹാവ് ദ സെമി ഡിറ്റാച്ച്ഡ് മോഡ്. സെമി ഡിറ്റാച്ച്ഡ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബഡഡ് മോഡിൻ്റെയും ഓർഗാനിക് മോഡിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് മോഡായിട്ട് നടുക്ക് വരുന്ന മോഡാണ് സെമി ഡിറ്റാച്ച്ഡ് മോഡ്. സോ ഇവിടെ നമുക്ക് പ്രോബ്ലം എന്താണെന്ന് കയ്യിലുണ്ട്. അപ്പം ആ ടീമിൽ, ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് കയ്യിൽ കിട്ടുമ്പം എങ്ങനെ ഡിഫൈൻ ചെയ്യണം, എങ്ങനെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യണം, എങ്ങനെ അത് ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരും ലെസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫ്രഷേഴ്സ് ആയിരിക്കാം, അവരും കൂടി ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ മീഡിയം ഇന്നോവേഷൻ വേണം, കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ, ഇന്നോവേഷൻസും കുറച്ച് ചേഞ്ചസ് ഒക്കെ മീഡിയം ലെവലിൽ വേണം. ദെൻ ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ് ഇസ് മീഡിയം, അതായത് നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു എൻവയറമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിലാണ്. നമുക്ക് ഓൾറെഡി ഉള്ള പോലെ, നേരത്തെ മോഡ് കണ്ട പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡെവലപ്മെൻറ്റ് ഏരിയാസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. So as a result, the size of range of that project will be ranging from 50 to 300 kilo lines of code, KLOC. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ചേഞ്ച് വരുമ്പം ഇത്രയും, കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഫ്രഷേഴ്സും ഉണ്ട്, എല്ലാവരും ചിലപ്പോൾ ന്യൂ ടു പ്രോജക്റ്റ് ആയിരിക്കാം, കുറച്ച് പേര് മാത്രമേ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോജക്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പം സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 50 to 300 KLOC വരെ പോകും. ദാറ്റ് ഇസ് സെമി ഡിറ്റാച്ച്ഡ് മോഡ്. ആൻഡ് ദെൻ യു ഹാവ് ദി എംബഡഡ് മോഡ്. എംബഡഡ് മോഡലിൽ കുറച്ച് വളരെ അധികം ടൈറ്റ് കൺസ്ട്രെയിൻസ് ആയിട്ടുള്ള മോഡാണ്. ഈ പ്രോജക്റ്റൊക്കെ ടൈറ്റ് കൺസ്ട്രെയിൻറ്റുള്ള പ്രോജക്റ്റൊക്കെയാണ് ഈ മോഡിൽ വരുന്നത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് പീപ്പിളിൽ വരെ ഈ പ്രോജക്റ്റിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. നല്ലൊരു ഇന്നോവേഷൻ, നല്ലൊരു ചേഞ്ച് തന്നെ റിക്വയർഡ് ആണ്. ദെൻ കോംപ്ലക്സ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻ്റ് ആണ്. ദെൻ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഓവർ 300 KLOC. അപ്പോൾ യൂഷ്വലി വരുന്ന വലിയ വലിയ കമ്പനീസിലെ വലിയ വലിയ പ്രോജക്റ്റൊക്കെ യൂഷ്വലി എംബഡഡ് മോഡിലായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾസ് ഉണ്ടാവും, കോംപ്ലക്സ് എൻവയറമെൻ്റ് ആയിരിക്കും, സൈസ് റേഞ്ച് 300 KLOCസിൻ്റെ മേലെ ആയിരിക്കാം. യു ക്യാൻ സീ എ ടേബിൾ ഹിയർ. ഇത് 3 ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ്, എംബഡഡ്, 3 ബേസിക് മോഡലിൽ വരുന്ന 3 മോഡ്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ പഠിച്ചത് തന്നെയാണ് ഒരു ടേബിൾ ഫോമാറ്റിൽ. ഓക്കെ, അത് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. എക്സാമ്പിൾസും ഇന്നോവേഷനും ഡെഡ് ലൈനും അതൊക്കെ പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ്, യു ജസ്റ്റ് ഗോ ത്രൂ ദിസ്. നെക്സ്റ്റ് വി ഹാവ് സം അസംഷൻ ദാറ്റ് ഇസ് ഫോളോഡ് ഇൻ COCOMO മോഡൽ. അതായത് പ്രൈമറി
കോസ്റ്റ് ഡ്രൈവർ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെലിവേർഡ് സോഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഡെലിവേർഡ് ലൈൻ ഓഫ് കോഡ് ഡെവലപ്ഡ് ബൈ ദ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം അതിൽ എത്രത്തോളം സോഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ലൈൻ ഓഫ് കോഡാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ദ പ്രൈമറി കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് കോസ്റ്റ് കൂട്ടാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡ്രൈവർ. അതായത് ഈ ഡെലിവേർഡ് സോഴ്സ് ഇൻസ്ട്രക്ഷൻസും ലൈൻ ഓഫ് കോഡ്. ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ എങ്ങനെയാണ് നമുക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ വിലയിരുത്താൻ പറ്റുക? ഹീ റൈറ്റ്സ് ഹിസ് ഓൺ ലൈൻ ഓഫ് കോഡ്. അത്രത്തോളം അയാൾ പ്രോഗ്രാമിങ്ങിൽ സ്മാർട്ടാണ്. അയാൾക്ക് സ്വന്തമായി ലൈൻ ഓഫ് കോഡും പ്രോഗ്രാമിംഗ് അയാൾക്ക് ചെയ്യാൻ പറ്റുമ്പം അത്ര വെച്ച് നമുക്ക് അയാളെ വിലയിരുത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഡെലിവേർഡ് ലൈൻ ഓഫ് കോഡ് വെച്ചിട്ട് വി ക്യാൻ ഡെവലപ്പ് ദ പ്രോജക്റ്റ് ആൻഡ് ദാറ്റ് വിൽ ബി ഗോയിങ് ടു ബി ദ primary cost driver. Then you have the COCOMO estimation. Assume that the project will enjoy good management by both the developer and the customer. So അവിടെ ഒരു മാനേജ്മെൻറ്റ് ടീമിൻ്റെ ആവശ്യമുണ്ട്. പ്രോജക്റ്റ് എങ്ങനെയാണ് വെൽ ആൻഡ് ഗുഡ് ആയിട്ട് മാനേജ് ചെയ്യുക, അതിൽ വരുന്ന ചേഞ്ചസിനൊക്കെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡെവലപ്പറും ഉണ്ട്. ഡെവലപ്പർ പറഞ്ഞ് മനസ്സിലാക്കാൻ കസ്റ്റമറും ഉണ്ട്. കസ്റ്റമറിൻ്റെ നീഡ് പറയാൻ കേൾക്കാൻ ഡെവലപ്പറും ഉണ്ട്. അങ്ങനെ അത്രയും കാര്യങ്ങൾ കൊക്കോമോ മോഡലിൽ വരുന്ന കുറച്ച് അസംപ്ഷൻസ് ആണ്. ഇനി അടുത്ത മോഡൽ അതിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് ഫോർമുലാസും നോക്കാം. യു ഹാവ് ദ ബേസിക് കൊക്കോമോ മോഡൽ ആൻഡ് ഇറ്റ്സ് ഫോർമുല. ആദ്യം വരുന്ന ഇക്വേഷൻ ഫോർ ഇ ആണ്. ഇ ഈസ് ദ എഫേർട്ട് എന്ന് പറയുന്നത് പേഴ്സൺ മന്ത്സിലാണ്. ഹിയർ എ ഇൻറ്റു കെ ലോഗ് ഓർ കെ ഡി എസ് ഐ, നമ്മൾ നേരത്തെ പറഞ്ഞ സോഴ്സ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലൈൻസ് ഓഫ് കോഡ്, ദാറ്റ് ഈസ് ഡിറൈവ്ഡ്. ദെൻ ഡി എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ടൈമാണ്, അതിൻ്റെ ഇക്വേഷൻ ആണ്. പി എന്ന് പറയുന്ന നമ്പർ ഓഫ് പീപ്പിൾ വേണ്ടതാണ്, അത് എഫേർട്സ് ഡിവൈഡഡ് ബൈ ഡെവലപ്മെൻറ്റ് ടൈം. ആൻഡ് യു ഹാവ് കെ ലോക്ക് ആൻഡ് കെ ഡി എസ് ഐ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പോലെ തന്നെ ലൈൻസ് പെർ കോഡ്. ആൻഡ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ ഡെലിവേർഡ് സോഴ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓൾസോ ഡെലിവേർഡ് ലൈൻ ഓഫ് കോഡാണ് കെ ഡി എസ് ഐ ആൻഡ് കെ ലോക്ക്. ദെൻ എ ബി സി എന്ന് പറയുന്നത് കുറച്ച് കോയിഫിഷ്യൻസ് ആണ്. ആ കോയിഫിഷ്യൻസ് ഒരിക്കലും മാറുന്നില്ല. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോയിഫിഷ്യൻസ് ആണ്. ഈ കോയിഫിഷ്യൻസ് നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബി ഇൻ ഓർഗാനിക് യു ഹാവ് 2.4, ബി ബി സി ബി ഡി ബി. അതുപോലെ തന്നെ ഓർഗാനിക്കിന് ഈ 4 സെമി ഡിറ്റാച്ചിന് ഈ 4 കോയിഫിഷ്യൻ, എംബഡഡിന് ഈ 4 കോയിഫിഷ്യൻ. സോ ഇത്രയും ഈ കോയിഫിഷ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഇക്വേഷൻ ഫോർ എഫേർട്ട് ആൻഡ് ഷെഡ്യൂൾ. എഫേർട്ട് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു 2.4 ഇൻറ്റു നമ്മളിവിടെ കോയിഫിഷ്യൻസ് ആ നേരത്തെ കണ്ട ടേബിളിലെ കോയിഫിഷ്യൻസ് റീപ്ലേസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾ, ദാറ്റ് ഇസ് ഡെവലപ്മെൻറ്റ് ടൈം, അതാണ് ടി ഡേവ് എന്ന് കൊടുത്തത് ഡെവലപ്മെൻറ്റ് ടൈം. അതിന് നേരത്തെ കണ്ട പോലെ കോയിഫിഷ്യൻസ് വെച്ചിട്ടുള്ള ഷെഡ്യൂൾ വെച്ചിട്ടുള്ള ഓരോ മോഡിനും വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. സോ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, അത് ഓർഗാനിക് മോഡിലാണ്, അതിൻ്റെ എഫേർട്ടും ഷെഡ്യൂളും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ എക്സാമ്പിൾസ് യൂഷ്വലി എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് ആ എക്സാമ്പിൾസും കൂടി നോക്കാം. യു ക്യാൻ സീ എൻ എക്സാമ്പിൾ ഹിയർ. ഇറ്റ് ഇസ് ഇൻ സെമി ഡിറ്റാച്ച്ഡ് മോഡ്. അതുപോലെ തന്നെ 32,000 ഡെലിവേർഡ് സോഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സോ ആദ്യം നമ്മൾ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 32,000 ഡെലിവേർഡ് സോഴ്സ് എന്ന് പറയുന്നത് 32 കെ ലോക്ക്, അതാണ് ഇവിടെ 32 റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ യു ഹാവ് ദ സെമി ഡിറ്റാച്ച്ഡ് മോഡ് ആയതുകൊണ്ട് അതിന് തന്നിരിക്കുന്ന ഫോർമുല യൂസ് ചെയ്യുക. യു ആർ ഗെറ്റിംഗ് 146 മാൻ മന്ത്സ്, അതായത് അതാണ് അതിൻ്റെ എഫേർട്ട്, അത്രയും മന്ത്സ് വേണം. ദെൻ ഷെഡ്യൂൾ, ദാറ്റ് ഇസ് എ ഡെവലപ്മെൻറ്റ് ടൈം. ഷെഡ്യൂളിൻ്റെ ഫോർമുല ഉണ്ട് സെമി ഡിറ്റാച്ച് മോഡിൽ. സോ അവിടെ എഫേർട്ട് എത്ര റീപ്ലേസ് ചെയ്തു, നിങ്ങൾക്ക് 14 മന്ത്സ് എന്ന് കിട്ടി. ദെൻ പ്രോഡക്റ്റിവിറ്റി ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക, ഡി എസ് ഐ ഡിവൈഡഡ് ബൈ മാൻ മന്ത്, അപ്പോൾ അതും ഒരു വാല്യൂ കിട്ടും. ദെൻ ആവറേജ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് 146 mm ബൈ 14 മന്ത്സ്. പിന്നെ ആവറേജ് സ്റ്റാഫിങ്ങിൽ വരുന്നത് 146 മാൻ മന്ത് ഡിവൈഡ് ബൈ 14 മന്ത്സ്, ദാറ്റ് ഇസ് 10 FSP. FSP ആവറേജ് സ്റ്റാഫിങ്ങിൻ്റെ യൂണിറ്റാണ്, പ്രൊഡക്ടിവിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പം ആ കിലോ ലൈൻസ് ഓഫ് കോഡ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സോഴ്സ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് ആ ഫോർമുല റീപ്ലേസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി വരുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇവിടെയും നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഞാൻ ക്വിസായിട്ടോ അസൈൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട് തരാം. PPTയിലുണ്ട്, ജസ്റ്റ് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. വാല്യൂസും ഒക്കെ തന്നിട്ടുണ്ട്. 400 കെ ലോക്ക് ആണെങ്കിൽ ആ കെ ലോക്കിൻ്റെ അവിടെ 400 വെച്ച് ABBBൻ്റെ അവിടെ ഏത് മോഡാണ് ആ മോഡ് അനുസരിച്ച് ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. സോ അവിടെ എല്ലാം റീപ്ലേസ് ചെയ്യുമ്പോൾ ഓരോ ഇക്വേഷൻസ് കിട്ടും, അതൊക്കെ
മന്ത്സിലും മന്ത്സിലുമായിട്ട് യൂണിറ്റിൽ റെഫർ ചെയ്യാം. നെക്സ്റ്റ് വി ഫൈൻഡ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. സോ ഈ ബേസിക് മോഡലിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് it is good for quick and also early rough order of magnitude estimates of software project. നമ്മൾ ചെറിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നല്ല നമുക്ക് അതിൻ്റെ കിട്ടും. ബട്ട് ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ആക്യുറസി ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ ഫാക്ടറും കോസ്റ്റ് എസ്റ്റിമേഷന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ക്വാളിറ്റി, എക്സ്പീരിയൻസ്, അതൊക്കെ ഇതിൽ ലാക്കിംഗ് ആണ്. അതുപോലെ തന്നെ you have a COCOMO model within a factor of 1.3 only 29% of the time and within the factor of 2 only 60% of the time. സോ നമ്മൾ ടൈം കൺസ്ട്രെയിനും കൂടി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വേറൊരു എക്സാമ്പിളാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഫുൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഫുൾ ക്ലാസ് ലാഗ് ആവും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ KLOC എത്രയാണോ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ യു യൂസ് ദ കോഎഫിഷ്യൻ ആസ് ഐ മെൻഷൻഡ് ഇൻ ദാറ്റ് ഏർലിയർ ടേബിൾ. അത് വെച്ചിട്ട് എഫേർട്ട് എത്രയാണ്, ഡെവലപ്മെൻറ്റ് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, പേഴ്സൺ എസ്റ്റിമേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് യു ഹാവ് ഇസ് എ ഇൻ്റർമീഡിയറ്റ് കൊക്കോമോ മോഡൽ. ഇൻ്റർമീഡിയറ്റ് കൊക്കോമോ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ കൊക്കോമോ മോഡലിൽ വരുന്ന രണ്ടാമത്തെ മോഡലാണ്. ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് കൊക്കോമോ മോഡൽ. ഇവിടെ നമ്മൾ എഫേർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ പോലെയാണ്. വി കമ്പ്യൂട്ട് ദ എഫേർട്ട് ആസ് a function of program size and a lot of cost drivers that include subjective assessment of product attribute, hardware attribute, personal attribute and project attribute. ഇൻ്റർമീഡിയറ്റ് കൊക്കോമോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഫോളോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. അതായത് കോസ്റ്റ് വരാം, സൈസ് വരാം ആസ് യൂഷ്വൽ. അത് കൂടാണ്ട് തന്നെ വി അസസ് ദ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്, ഹാർഡ്വെയർ ആട്രിബ്യൂട്ട്, പേഴ്സണൽ ആൻഡ് പ്രോജക്റ്റ് ആട്രിബ്യൂട്ട്. സോ ഇതിൽ 4 വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്. പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് എന്തൊക്കെ വരണം? അത് സോഫ്റ്റ്വെയർ റിലയബിൾ ആയിരിക്കണം, അതിൻ്റെ സൈസ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ സൈസ് ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ നോക്കണം. ദെൻ യു ഹാവ് ഹാർഡ്വെയർ ആട്രിബ്യൂട്ട്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അത് റൺ ടൈം പെർഫോമൻസ് തരുമ്പോൾ റൺ ടൈം പെർഫോമൻസ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണം, മെമ്മറി ഉണ്ടാവും, അതുപോലെ തന്നെ ടേൺ അറൗണ്ട് ടൈം ഒരു ഫുള്ളി എക്സിക്യൂഷൻ കഴിഞ്ഞ് വരുന്ന ടൈമാണ് ടേൺ അറൗണ്ട് ടൈം. നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദെൻ വോളറ്റാലിറ്റി ഓഫ് വെർച്വൽ മെഷീൻ. അതും ഹാർഡ്വെയർ ആകുമ്പോൾ ഇപ്പോൾ ജാവ പ്രോഗ്രാമിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജാവ വെർച്വൽ മെഷീൻ യൂസ് ചെയ്യും. അങ്ങനെ വെർച്വൽ മെഷീൻസിൽ വരുന്ന വോളറ്റാലിറ്റി, അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി, അങ്ങനത്തെ വോളറ്റൈൽ ഇൻ നേച്ചർ, അതൊക്കെയാണ് അതിൽ വരുന്ന ഹാർഡ്വെയർ ആട്രിബ്യൂട്ട്സ്. തേർഡ് വൺ യു ഹാവ് ഇസ് ദ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് വരുമ്പം നമ്മൾ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് അവരുടെ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ കേപ്പബിലിറ്റി, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ കേപ്പബിലിറ്റി, ആപ്ലിക്കേഷൻസിൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എത്രമാത്രം അറിയാം, വെർച്വൽ മെഷീൻസിൻ്റെ എക്സ്പീരിയൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് പേഴ്സണലി മാത്രം വരുന്ന കാര്യങ്ങളാണ് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. അതായത് പേഴ്സണൽ എന്ന് പറയുമ്പോൾ ആ ഒരു ആൾക്കാരുടെ രീതിയിൽ വരുന്നത്. ഫോർത്ത് വൺ യു ഹാവ് ഇസ് ദ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ്. പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ എന്താണ്, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെത്തേഡ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 6 point സ്കെയിൽ ഉണ്ട്. ദാറ്റ് ഇസ് ഇറ്റ് റേഞ്ചസ് ഫ്രം വെരി ലോ ടു എക്സ്ട്രാ ഹൈ. 6 point എന്ന് പറയുമ്പം വെരി ലോ, നോമിനൽ, ഹൈ, വെരി ഹൈ, എക്സ്ട്രാ ഹൈ. സോ നമുക്ക് ഇത്രയും ആട്രിബ്യൂട്ട്സ് അതായത് ഈ 15 ആട്രിബ്യൂട്ട്സിന് നമുക്ക് ഇതിൽ വെച്ച് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻലിസ്റ്റിൻ്റെ കേപ്പബിലിറ്റി, നല്ലൊരു അടിപൊളി എൻലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം എക്സ്ട്രാ ഹൈ ആണ്, അയാളുടെ അത്രയും കേപ്പബിലിറ്റി വെച്ചാണ് നമുക്ക് അങ്ങനെ പോയിന്റ് ചെയ്യാം. സോ ഇത്രയും ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് ഈ ലൈനിൽ പോയിന്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദാറ്റ് ലൈൻ. യു ക്യാൻ വ്യൂ യുവർ റേറ്റിംഗ്സ് ഹിയർ. അതിൻ്റെ സ്കെയിലും വെച്ച് റേഞ്ചിങ് കാണിക്കാം. ഇങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് മോഡൽ പറയുന്നത്. പിന്നെ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ വരുന്ന എന്താണ് കാൽക്കുലേഷൻസ് ആണ്. സോ നമ്മൾ അത്രയും റേറ്റിംഗ് എഫേർട്ട് വരുമ്പോൾ ദ എഫേർട്ട് മൾട്ടിപ്ലയേഴ്സ് ഇസ് ഡിറ്റർമൈൻഡ്. അങ്ങനെ റേറ്റിംഗ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ എഫേർട്ട് മൾട്ടിപ്ലയേഴ്സ് റിസൾട്ട് ഇൻ ദ എഫേർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. സോ EAF ഇസ് കോൾഡ് ദ എഫേർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. അതായത് എല്ലാ പ്രോഡക്റ്റിൻ്റെ എല്ലാം കൂടിയുള്ള എഫേർട്ടിന് മൾട്ടിപ്ലയർ റിസൾട്ടാണ് EAF. സോ അതിൻ്റെ ഫോർമുല ഈസ് എഫേർട്ട് ഇസ് ഈക്വൽ ടു AI KLOC BI ഇൻറ്റു EAF. എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലുള്ള എഫേർട്ടാണ്, KLOC നമ്മുടെ കിലോ ലൈൻസ് ഓഫ് കോഡാണ്, EAF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പഠിച്ച എഫേർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറാണ്. നമുക്ക് ഇതിൽ വേറെയാണ് വാല്യൂസ്, എയും ബിയും ആണ്, ഇതിൽ C ഇല്ല.
ഇത് ഇൻ്റർമീഡിയറ്റിൽ തന്നെ ഓർഗാനിക് സെമി ഡിറ്റാച്ച്ഡ് എംബഡഡ് വരുമ്പം ഇതാണ് അതിൻ്റെ വാല്യൂസ്. സോ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ എഫേർട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്യൂറേഷനും പേഴ്സൻ്റ് എസ്റ്റിമേറ്റും അതിനും ഫോർമുലാസ് ഉണ്ട്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് CB/E ഇൻറ്റു അത്. ഇവിടെ C-ൻ്റെയും D-ൻ്റെയും കോയിഫിഷ്യൻസ് തന്നിട്ടുണ്ടാവും. ദെൻ N എന്ന് പറയുന്നത് എന്താണ്, പേഴ്സൺ എസ്റ്റിമേറ്റ് ആണ്, ദാറ്റ് ഈസ് E/D, എത്ര പേഴ്സൺസ് ഉണ്ട് അത്. സോ നൗ വി ഫൈൻഡ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഫോർ ദ ഇൻ്റർമീഡിയറ്റ് മോഡൽ. മെറിറ്റ് എന്ന് പറയുന്നത് നമുക്കിത് ഇൻ്റർമീഡിയറ്റ് മോഡൽ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് ഫ്രഷേഴ്സ് ആയിരിക്കും. സോ നമുക്ക് എൻറ്റയർ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്സ് ചിലപ്പോൾ ഈസി ആയിരിക്കും, ചിലപ്പോൾ റഫ് കോസ്റ്റ് എസ്റ്റിമേഷൻ അതൊക്കെ നമുക്ക് ഏർലി സ്റ്റേജിൽ ചെയ്യാൻ പറ്റും, കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് നമുക്ക് ലെവൽ ബൈ ലെവൽ നോക്കാം, നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് എസ്റ്റിമേഷൻ എല്ലാം നമുക്ക് ഫോളോ ചെയ്യാം. ഇത് ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ എഫേർട്ട് മൾട്ടിപ്ലയർ ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഫേസസ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത EAF എന്ന് പറഞ്ഞ ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാ ഫേസിലും ഡിപ്പെൻഡൻ്റ് അല്ല. അതുപോലെ തന്നെ കുറേ കമ്പോണൻസ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് അത്രയും കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവും. You can see one example here. ഒരു പ്രോജക്റ്റിന് 30,000 lines of code ഉണ്ട്. Then you are going to find that EAF. സോ അവിടെ റിലയബിലിറ്റി ഹൈ എന്നാണ് പറയുന്നത്. റിലയബിലിറ്റി ഹൈ എന്ന് പറയുന്നത് 1.15 ആണ് പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്. സോ എപ്പോഴും റിലയബിലിറ്റി ഹൈ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. എൻ്റെയും ബിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് നമ്മൾ ഇത്രയും കാര്യം കാൽക്കുലേറ്റ് ചെയ്യുക. എഫേർട്ടും ഡെവലപ്മെൻറ്റ് ടൈമും പേഴ്സൺ ആട്രിബ്യൂട്ട്സും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ. സിമ്പിളാണ്. ആ ഇക്വേഷൻ അറിയെങ്കിൽ ആ തന്നിരിക്കുന്ന വാല്യൂ അതിൽ സാറ്റിസ്ഫൈ ചെയ്യുക. അതിൽ ഇക്വേഷനിൽ പുട്ട് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ആൻഡ് ദ തേർഡ് വൺ ഇസ് എ ഡീറ്റെയിൽഡ് കൊക്കോമോ മോഡൽ. ഇതാണ് കൊക്കോമോ മോഡലിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് മോഡലാണ് ഡീറ്റെയിൽഡ് മോഡൽ. അതായത് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരും എല്ലാം കൂടി വരുന്ന, നമ്മളിപ്പോൾ ഓർഗാനിക് സെമി ഡിറ്റാച്ച്ഡ് എംബഡ് എല്ലാം പഠിച്ചു, അതിന് പുറമേ വരുന്ന എല്ലാത്തിനും കോമ്പിനേഷനായിട്ട് വരുന്ന കൊക്കോമോ മോഡലാണ് ഡീറ്റെയിൽഡ് കൊക്കോമോ. So which is equal to intermediate COCOMO plus assessment of cost driver impact on each phase. So intermediate COCOMO മോഡൽ നമ്മൾ പ്രീവിയസ് പഠിച്ചു. അത് കൂടാണ്ട് തന്നെ കോസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ ഇമ്പാക്റ്റും ഓരോ ഫേസസിൽ വരുമ്പം അത് രണ്ടിനെയും കോമ്പൈൻ ചെയ്തിട്ടാണ് ഡീറ്റെയിൽ കൊക്കോമോ വരുന്നത്. സോ ദർ ആർ 5 phases in that is plans and requirements, system design, detailed design, module code and test, and also integrate and test. സോ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഫേസസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യു ആർ പ്ലാനിങ് ആൻഡ് യു ആർ ഡൂയിങ് റിക്വയർമെൻറ്റ് സംതിങ് സ്പെസിഫിക്കേഷൻ. പിന്നെ നമ്മുടെ സാധാരണ ഉള്ള പോലെ തന്നെ ഡിസൈൻ, സോഫ്റ്റ്വെയർ ഡിസൈൻ വരും, ദെൻ കോഡിങ് ആൻഡ് ടെസ്റ്റിങ്ങും വരും, ഇൻറ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. നമ്മൾ സാധാരണയുള്ള ഫേസസിൻ്റെ അതേ ഫേസസും അതേ മീനിങ്സ് തന്നെയാണ് ഡീറ്റെയിൽ കൊക്കോമോയിൽ വരുന്ന ഫേസസും. അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്സിസ്റ്റത്തിൻ്റെ കോസ്റ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണും. ഇതിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഓരോ സബ്സിസ്റ്റത്തിൻ്റെയും കോസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വലി കാണും. അതുകൊണ്ട് തന്നെ എത്രത്തോളം എറേഴ്സ് വരുന്നോ അത് അതിനെ കുറയ്ക്കാൻ സഹായിക്കും. ആൻഡ് ഓൾസോ വി മൾട്ടിപ്ലൈ ഓൾ 15 കോസ്റ്റ് ഡ്രൈവേഴ്സ് ടു ഗെറ്റ് എഫേർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ. നമ്മൾ നേരത്തെ കണ്ട 15 ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, പേഴ്സണൽ ആട്രിബ്യൂട്ട്, പ്രോജക്റ്റ് ആട്രിബ്യൂട്ട്സ്, പിന്നെ എനലിസ്റ്റ് കേപ്പബിലിറ്റി, അങ്ങനത്തെ കുറേ ആട്രിബ്യൂട്ട്സ് എല്ലാം കൂടി നമ്മൾ 15 കോസ്റ്റ് ഡ്രൈവേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വി ഫൈൻഡ് ഔട്ട് ദറ്റ് എഫക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ EAF. സോ E ഈസ് ഈക്വൽ ടു ദ എഫേർട്ട്, അതിനും ഇക്വേഷൻ ഉണ്ട്. ദെൻ D എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ടൈമിന് ഇക്വേഷൻ ഉണ്ട്. E എന്ന് പറയുന്നത് ടോട്ടൽ എഫേർട്ട് ദാറ്റ് ഈസ് ഇൻ പേഴ്സൺ മന്ത്, അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. DP എന്ന് പറയുന്നത് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ടൈം, അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഇക്വേഷൻസിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ടു ദാറ്റ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദി ആൻസർ. സോ എപ്പോഴും യൂഷ്വലി യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറ് എക്സ്പ്ലെയിൻ കൊക്കോമോ മോഡലാണ്. അതല്ലെങ്കിൽ ഈ 3 മോഡലിന് ഏതെങ്കിലും ഒരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. അത് കൂടാണ്ട് തന്നെ ഈ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സോ ഇത്രയാണ് നമ്മൾ എംപിരിക്കൽ എസ്റ്റിമേഷൻ മോഡൽസിൽ പഠിക്കുന്നത്. കൊക്കോമോ മോഡലും അതിൻ്റെ കുറേ കാര്യങ്ങളും, സിംഗിൾ വേരിയബിൾ മോഡലും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. In the next class we will study staffing and planning. So that's all for this section. Thank you.